വണ്ടി 2 തവണ പഞ്ചറായി. അതെ. അപ്പം ഒരുപാട് ഡിലേ ആയി. അതെ. അങ്ങനെയാണ് നമുക്ക് ഇന്നലെ ഒരു 30 കിലോമീറ്റർ കൂടെ ഓടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താറില്ല. പക്ഷെ ഇന്നലെ 12 മണിക്കാണ് നമ്മൾ വണ്ടി ഒതുക്കുന്നത്. ഒരുപാട് ടയർഡായി. ഒരുപാട് ഇതായി പോയി. നമ്മളെ രാവിലെ 7 മണിക്ക് മുമ്പ് 7 മണി സമയത്ത് വണ്ടി എടുത്ത് ഏകദേശം 17 മണിക്കൂർ ട്രാവൽ ചെയ്യും. അതെ, സാധാരണ 7 മണിക്കല്ല നമ്മൾ എടുക്കുന്നത്. ചില ദിവസങ്ങളിലൊക്കെ 5 മണിക്ക് എടുക്കും. ചില ദിവസങ്ങളിലൊക്കെ 8 മണിക്ക് എടുക്കും. പക്ഷെ നമ്മള് 8 മണിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എവിടെന്നെങ്കിലും ഒന്ന് കാപ്പി പിടിച്ചിട്ട് പിന്നെ ഒരു ഓട്ടുമ്പോ നമ്മളൊരു 200-250 കിലോമീറ്റർ കണ്ടിന്യൂസ് അങ്ങ് പോകും. എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ഈ നിർത്തി എടുക്കാൻ ഭയങ്കരമായിട്ട് ടൈം ബേസ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ അറിയത്തില്ല. നമ്മളിപ്പോ ഇന്നലെ തന്നെ നമ്മൾ വന്നപ്പോ മാങ്ങ മേടിക്കാൻ നിർത്തി, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിർത്തിയായിരുന്നു. അപ്പോഴത്തേക്കും സമയം ഒരുപാട് അങ്ങ് പോകും, നമ്മൾ അറിയത്തില്ല അത്. നമ്മളിപ്പോ ഈ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഇപ്പൊ? നമ്മള് പോകുമ്പോ എങ്ങനെയുണ്ട്? പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി ഇല്ലാതെ നമുക്ക് ഓടിക്കാക്കത്തില്ല. റോഡിലോട്ട് നോക്കാക്കത്തില്ല. അത്രയ്ക്ക് തിളയ്ക്കുന്ന കളയാണ്. ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ്, മഴയുണ്ട്. കാണാനൊക്കെ നല്ല പ്രകൃതിയൊക്കെ നല്ല കാണാൻ. അത് കൂടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഒഡീഷ കഴിഞ്ഞാൽ കുറച്ചൊക്കെ നല്ല സ്ഥലം. മലയും മഞ്ഞും കോടയും. ഒഡീഷ കഴിഞ്ഞിട്ട് ഒരു ചുരം ഇറങ്ങുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. അതാണ് ഇങ്ങനെ ജാർഖണ്ഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചുരമുണ്ട്. നല്ല കാണാൻ നല്ല അവിടത്തെ റിസ്ക് ആണ് ഓടിക്കുന്നത്. മഴയത്ത് വണ്ടി ഓടിക്കുന്നത് എത്രത്തോളം റിസ്ക് ആണ്? മഴയത്ത് നമ്മൾ ഓടിക്കുന്നത് ഒന്നാമത് ലോഡും വണ്ടി ആയതുകൊണ്ട് ചവിട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കുള്ളൊരു പിടുത്തം കിട്ടത്തില്ല. അതുപോലെ ലോഡ് വണ്ടി നമുക്ക് പെട്ടെന്ന് കുത്തി ചവിട്ടാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കണം? ഇപ്പൊ മെയിനായിട്ട് വന്നത് കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് സൈഡ് മിറർ നമ്മൾ എപ്പോഴും നോക്കിക്കോളാം. നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഏത് ട്രാക്കിലാണ് എപ്പോഴാണ് ഒരുത്തം കൊണ്ട് കയറുന്നതെന്ന് അറിയാക്കൂല. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അങ്ങോട്ടും അങ്ങോട്ട് നമ്മളിപ്പോ ഒരു ട്രാക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പകുതി 2 ടയർ ശകലം അപ്പുറത്തോട്ടോ ആക്കി അങ്ങനെ ഓടിക്കരുത്. എപ്പോഴാ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഞാൻ ചെറിയ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, നീ ഏതെങ്കിലും ഒരു ട്രാക്കിൽ നിന്ന് ഓടിക്കുന്നു. അപ്പൊ ഞാൻ അപ്പോഴും അമ്മയുടെ പറയും, തമാശ പറയും, ബാക്കിയുള്ള എല്ലാവരും ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അല്ലാതെ നമ്മളൊരു ട്രാക്ക് ഈ വലിയ വണ്ടി കയറുമ്പോ എനിക്ക് മനസ്സിലായി ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെന്നുണ്ടെങ്കിൽ വലിയ പാടാ, ആക്സിഡന്റ് ശരിക്കും ഉണ്ടാവും. സൈഡ് തട്ടൊക്കെ എല്ലാം ഒരുപാടൊക്കെ പിന്നെ മഴയായതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സേഫായിട്ട് ഓട്ടിച്ചേ പറ്റത്തുള്ളൂ. സമയം ഏകദേശം 9:30 ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ വണ്ടി ഒതുക്കി. നമ്മള് കേരളം വിട്ടിട്ട് ഇപ്പോഴാണല്ലേ വട കാണുന്നത്. വട ഉഴുന്ന് വട ഇരുന്ന് കഴിക്കളിയാ. അടിപൊളിയാണല്ലേ, കാണാൻ തന്നെ ചന്തമുണ്ട്.